ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. അപ്പോൾ വീണ്ടും ഒരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട്. ആ പ്രൊമോയിൽ പറയുന്ന ഒരു കണ്ടന്റ് പലരും ചോദിച്ചതും പലരും ആഗ്രഹിച്ചതും വേണ്ടെന്ന് ആഗ്രഹിച്ചൊരു സംഭവത്തെ കുറിച്ചാണ്. പവർ റൂം. ഒരാളോട് ചോദിക്കുന്നുണ്ട്, പവർ റൂം ശരിക്കും വേണോ, അത് നിങ്ങൾക്ക് ഉപയോഗിക്കണ്ടോ, അത് മിസ്യൂസ് ആയിട്ടാണ് ഉപയോഗിക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും പറയണത് പവർ റൂമിൻ്റെ ആവശ്യമില്ല. ഓരോരുത്തർ പറയുന്നുണ്ട്, സിജോ പറയുന്നുണ്ട് ശരിക്കും പവർ റൂമിൻ്റെ ആവശ്യമില്ല, അതെന്ന് പറയുമ്പോൾ സേഫ് ആയിരിക്കാൻ വേണ്ടിയാണ്. ജാസ്മിൻ പറയുന്നുണ്ട് പവർ റൂമിൻ്റെ ഒരിക്കലും ആവശ്യമില്ല, അത് എന്താണ് എവിക്ഷൻ വരുമ്പോൾ സേഫ് ആകും, ഒരു ഉപയോഗമില്ല, വേറെ പവർ വെച്ചിരിക്കണുള്ളൂ, ഗെയിം കളിക്കാനൊരു യൂസ് ഉണ്ടാവില്ല, ഒന്നിനും യൂസ് ഇല്ല എന്നാണ് ശ്രീരേഖ, ജാസ്മിൻ, റസ്മിൻ, അൻസിബ എല്ലാവരും പറയുന്ന ഒറ്റ തന്നെ പവർ റൂമിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയണത്. അപ്പോൾ ഒരാളുടെ ചോദിക്കണം, അപ്പോൾ പവർ റൂമിൻ്റെ എനിക്ക് ആകെ കാര്യമില്ല, ശരിക്കും ഉപയോഗിക്കാനും പറ്റൂല, ഒന്നും പറ്റില്ല എന്നറിയാം. അപ്പോൾ എല്ലാവരും പറയണേ, മിക്കവരും ചോദിക്കുന്നുണ്ട് പവർ റൂമിൻ്റെ ആവശ്യമുണ്ടോ. ശരിക്കും പവർ റൂം ഇല്ലെങ്കിൽ ഈ ഗെയിം ഇതിനേക്കാളും ഒരു അടിപൊളി ഗെയിം ആവും, അത് ഉറപ്പാണ്. പവർ റൂം ഉള്ളതുകൊണ്ട് പലരും ഇതിൽ സേഫായി കളിക്കുന്നുണ്ട്, സേഫായി നിൽക്കുന്നുണ്ട്, പല കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, പല കാര്യം മിസ്യൂസും ചെയ്യുന്നുണ്ട് ഇവർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പവർ റൂമിൻ്റെ ആവശ്യമില്ല. മിക്കവാറും ഈ പവർ റൂം ഈ വീക്കോടെ ഉണ്ടാവുള്ളൂ. ഇന്നത്തെ എപ്പിസോഡ് കൂടി പവർ റൂം ഉണ്ടാവാൻ ചാൻസേ ഉള്ളൂ. 90% ചാൻസാണ് പവർ റൂം ഈ ദിവസം വരെ ഉണ്ടാവുള്ളൂ, ഇന്നും കൂടി ഉണ്ടാവുള്ളൂ. നാളെ തൊട്ട് പവർ റൂം മിക്കവാറും ക്യാൻസൽ ചെയ്യും. പുതിയൊരു ടീം ക്രിയേറ്റ് ചെയ്യും. നെക്സ്റ്റ് ടണൽ പോലത്തെ ഡെന്നു പോലത്തെ പേരിലുള്ള ടീം ക്രിയേറ്റ് ചെയ്തിട്ട് ആ ടീമിലേക്ക് ഒന്നില്ല മിക്കവാറും ആഡ് ചെയ്യും. ഇപ്പം പവർ റൂമിൽ വന്ന ആളെ മിക്കവാറും ആഡ് ചെയ്യും, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി എല്ലാം കൂടി പുതിയൊരു ടീം ഉണ്ടാക്കി അവരെ പുതിയ പ്ലേയേഴ്സിനെ അതിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായിരിക്കും കൂടുതൽ ചാൻസ്. പവർ റൂം മിക്കവാറും ഈ വീക്കോടെ അവസാനിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരിക്കും പറഞ്ഞാൽ പവർ റൂമിൻ്റെ ആവശ്യമില്ല. എന്നുവെച്ചാൽ പലരും സേഫ് ഗെയിം കളിക്കാനും പലരും അത് യൂസ് ചെയ്യാനാണ് കാര്യം. ആ ഒരു പവർ യൂസ് ചെയ്തിട്ട് പലര് ഇപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ അതിൽ പ്രശ്നത്തിലിടുകയും അവർക്കിട്ടൊരു പണി കൊടുക്കാൻ എങ്ങനെ നോക്കുന്നു, അതൊക്കെയാണ് പലരും ചിന്തിക്കണം ഈ പവർ റൂമിൽ കയറിയിട്ട്. ഒരിക്കലും ഈ പവർ റൂം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് പവർ കൊണ്ട് എന്തൊക്കെ ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, ബിഗ് ബോസ് വീട്ടിൽ എന്തൊക്കെ യൂസ്ഫുൾ ഉണ്ടാക്കുക, യൂട്ടിലൈസ് ചെയ്യുക, അതൊക്കെയാണ് കൂടുതലും ചെയ്യേണ്ടത്. പക്ഷേ ഈ വീട്ടിൽ പവർ റൂം വന്ന ശേഷം പലരും അത് മിസ്യൂസ് ചെയ്തിട്ടുള്ളൂ. ശരിക്കും പവർ ഒന്നും ഉപയോഗം കൊണ്ടുവന്നിട്ടില്ല. കുറച്ചും കൂടി ഉപയോഗം കൊണ്ടുവന്ന് നമ്മുടെ സിബിനും അവരായിരുന്നു. പക്ഷേ അത് ലാസ്റ്റ് ആയപ്പോൾ അത് കുറച്ച് മിസ്യൂസ് ആയിപ്പോയി, കുറച്ചും കൂടി ഓവറായിപ്പോയി. ആ വാതിലടക്കൽ വീണ്ടും ഉറക്കൽ, അങ്ങനെ ബിഗ് ബോസ് തന്നെ അവർക്ക് പണിയും കൊടുത്ത് അത് തീർന്ന പരിപാടി അവിടെ ക്ലോസ് ചെയ്ത് അദ്ദേഹം പൂട്ടി. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പവർ റൂം വേണ്ടെന്ന് വെച്ചാൽ കുറച്ചും കൂടി പ്ലേയേഴ്സിന് കുറച്ചും കൂടി കളിക്കാനും ഗെയിമിനും എല്ലാത്തിനും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കിട്ടും ഈ പവർ റൂം എന്ന സംഭവം ഇല്ലെങ്കിൽ. അപ്പോൾ എല്ലാവരും ചോദിക്കേണ്ട എല്ലാവർക്കും ഒരു അഭിപ്രായമാണ്. അപ്പോൾ മിക്കവാറും 90% പവർ റൂം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ശരിക്കും പവർ റൂം വേണ്ട. ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് പവർ റൂം? ഓരോരുത്തരും ഒരു ഇൻഡിവിജ്വലായിട്ട് കളിക്കട്ടെ. എല്ലാവർക്കും ഒരു ഇത് ഉണ്ട്, പവർ റൂമിൽ കയറണം, പവർ റൂമിൽ കയറി ഇത് കിട്ടും, കുറച്ച് ഫ്രീഡം കിട്ടും, നമ്മളാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, എവിക്ഷൻ ആർക്കും കൊടുക്കാൻ പറ്റിയില്ല, ജയിലിൽ ഇടാൻ പറ്റിയില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പവർ റൂമിൽ. ഇപ്പം പിന്നെ പവർ റൂം എന്ന് പറയുന്നത് കൂടുതലും ടാസ്ക് വൈസ് ആയിരിക്കും. ചിലത് മാത്രം ടാസ്ക് വൈസ്, ചിലർ ക്യാപ്റ്റൻ സെലക്ട് ചെയ്യണ പവർ റൂം എന്ന് പറയാം. അപ്പോൾ പലരും അത് യൂസ് ചെയ്യാനുള്ള പവർ റൂം വേണ്ടെന്ന്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പവർ റൂം വേണോ അതോ വേണ്ടയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മിക്കവാറും ഇന്നത്തോടെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ ചാൻസ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇന്ന് രാത്രിത്തെ എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കറക്റ്റുള്ള ഇൻഫോർമേഷൻ കിട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോസ് വരുന്നതാണ്.